ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. നമ്മളെ പാർട്ടികളിലെല്ലാം വിളമ്പാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതുണ്ടാക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പോത്ത് വെച്ച് കൊടുക്കുക. പോത്ത് ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വന്നാൽ നൈസായി കട്ട് ചെയ്ത് വെച്ച് 3 സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴന്ന് വരാനാണ് ഇങ്ങനെ അടച്ചു വെക്കുന്നത്. അപ്പം നമ്മളെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഒരു ബൾബ് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ 2 പച്ചമുളകും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചക്കുത്ത് മാറുന്നവരെ ഇളക്കിയെടുക്കുക. അതിന് ശേഷം ഞാൻ 500 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കി പച്ചക്കുത്ത് മാറിയതിന് ശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കട്ടെ. നമ്മുടെ ചിക്കൻ വെന്ത് വരാണ്. ചിക്കൻ്റെ അകത്ത് തന്നെ വെള്ളം ഇറങ്ങി വെന്ത് വരും. എന്നാലും ഒന്നും കൂടി കുക്കായിക്കോട്ടെ എന്ന് ചൊല്ലി കുറച്ച് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മളെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 തക്കാളി ഇതുപോലെ ജ്യൂസ് അടിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് ജ്യൂസ് അടിച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തത്. നിങ്ങളുണ്ടാക്കുമ്പോൾ മല്ലിയില തന്നെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ മസാലൻ്റെ ടേസ്റ്റ് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാസ്ത ഒക്കെ വേവിക്കാൻ എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് വേവിക്കുന്നതെന്ന് കാണിക്കാൻ. അപ്പോൾ പാസ്ത ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയും പാസ്തയും കൂടി എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഇളക്കിയാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മളെ പാസ്തയും മസാലയൊക്കെ ഒന്ന് നല്ല സെറ്റായിട്ട് വരും. അതിന് ശേഷം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മല്ലിയിലിൻ്റെ ടേസ്റ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാസ്ത റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ മസാലയൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ല ടേസ്റ്റിയാണ് പാസ്ത കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ. ബൈ ബൈ.